നമ്മുടെ തോപ്പുംപടി പഴയ പാലത്തിന് മുകളിൽ നിന്ന് ചൈനീസ് വല വീശി മീൻ പിടിക്കാൻ വന്നാട്ടാ ഞാനും നമ്മുടെ വിനയ് മച്ചാനും. അപ്പോൾ നമുക്കിന്ന് കടലിലെ സ്വർണ്ണ മത്സ്യം വരാൻ കിട്ടിയിട്ടാ. കിട്ടിയ മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വല വീശിയിട്ടുണ്ട്. 3 കോലാനെ കണ്ടിട്ടാണ്ടാ നമ്മൾ വല വീശിയത്. ആ 3 കോലാനും നമ്മുടെ വലയിൽ കയറിയിട്ടുണ്ട്. നല്ല അടിപൊളി അത്യാവശ്യം വലിപ്പമുള്ള കോലാനാണ്ടാ. നമ്മുടെ ഈ കോലാനെ പിടിക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. വെള്ളത്തിനടിയിലോട്ട് വല താഴൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് വലിച്ചെടുക്കുക. വലയിലൊന്ന് ഉടക്കി പിടിച്ചോളൂ ഇതുപോലെ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഏകദേശം 25ഓളം കോലാൻ നമ്മുടെ ഈ ചൈനീസ് വല വെച്ച് വീശി പിടിച്ചേട്ടാ. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പേജിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. വെള്ളത്തിന് മുകളിൽ കോലാൻ ഓടി നടക്കുന്ന ഒരു കാഴ്ച കണ്ടാല ഈ ആരോ മാർക്കിന് നേരെ നോക്കിയാൽ നമ്മുടെ കോലാനെ കാണാട്ടാ. ഇതേപോലെ കാണുമ്പോഴാണ് നമ്മൾ ഇതേപോലെ വല വീശി പിടിക്കണേട്ടാ. അപ്പൊ നമ്മുടെ കോലാമ്പിടുത്തം കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ചൈനീസ് വല ശരിക്കും താത്തി അങ്ങോട്ട് വീശേട്ടാ. അതും അടിയിലുള്ള മീനെ പിടിക്കാൻ വേണ്ടി നമ്മൾ വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വലയിൽ കയറിയ മീനൊക്കെ ഉണ്ടാ. നല്ല അടിപൊളി കടലിലെ സ്വർണ്ണ മത്സ്യം ഉണ്ട് നമ്മുടെ വലയിൽ കയറിയത്. കൊച്ചി ഭാഗത്ത് ഈ മീനെ പറയണത് കട്ട്ല എന്നാണ്ടാ. നമ്മുടെ അവിടെയൊക്കെ വഴുത എന്ന് പറയും. നല്ല ഗോൾഡൻ കളർ വഴുതേണ്ട അതെ നമ്മുടെ വലയിൽ കയറിയത്. അതും അത്യാവശ്യം വലിപ്പമുള്ള വഴുത. നമുക്കിവിടെ വന്ന് ചൈനീസ് വല വീശിയിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വഴുതനെ കിട്ടണേടാ. കഴിഞ്ഞ മാസം ഇതേപോലത്തെ ഒരു വഴുത നമ്മുടെ മുനമ്പ ഹാർബറിൽ നിന്ന് വല വീശി പിടിച്ചിട്ട് അത് 1 കിലോ ഉണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് കിട്ടിയ വഴുത ഇതാണ്ടാ. 400 ഗ്രാം തന്നെ നല്ല അടിപൊളി വഴുത. പാലത്തിന്റെ ഏകദേശം സെൻട്രൽ ഭാഗത്താണ്ടാ നമ്മൾ വല വീശാൻ വന്നത്. അതുകൊണ്ട് കയറിന്റെ നീളം കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട്. ഇതിൽ ഏകദേശം ഒരു 25 അടി കയർ 30 അടി കയർ ഉണ്ടാവുള്ളൂ. അതിൽ ബാലൻസ് ഒരു 20 അടി കയറോടെ നമ്മൾ കെട്ടിയിട്ടാണ് വല വീശിയത്. അപ്പോൾ നമ്മുടെ വലയിൽ വീണ്ടും വഴുത വന്ന് കയറിയിട്ടുണ്ട്. അതും ഗോൾഡൻ കളർ അത്യാവശ്യം സൈസുള്ള വഴുതയാണ് കേട്ടോ. പാലത്തിന്റെ സെൻട്രൽ ഭാഗത്തോട്ട് വരുമ്പോൾ ഏകദേശം 40-45 അടി താഴ്ചയാണ് കേട്ടോ. അവിടെ വീശിയിട്ടാണതേ നമുക്ക് നല്ല അടിപൊളി വഴുതയും ചെറിയൊരു കൂരിനെയും കിട്ടിയത്. നമുക്ക് കിട്ടിയ 2 വഴുതയും ഗോൾഡൻ കളർ വഴുതയാണ് കേട്ടോ. വെയിലടിക്കുമ്പോൾ ഉള്ള തിളക്കം കണ്ട. അപ്പോൾ നമ്മൾ 3-4 കോലാനൊക്കെ ഉണ്ട്. വീണ്ടും കോലാനെ പിടിക്കാൻ വല വീശിയതാണ്ടാ. നമ്മുടെ വലയെ കോലാൻ കിടന്ന് പെടക്കണ കാഴ്ചതേ നമ്മൾ കാണിക്കുന്നുണ്ട് കണ്ട. ആരോ മാർക്കിന് നേരെ നോക്കി കണ്ട. അടിപൊളിയല്ലേ. അപ്പോൾ 3 കോലാണ് നമ്മുടെ വലയിൽ കയറിയത്. ഒരു കോലാൻ മിസ്സായി പോയിട്ടുണ്ട്. വെള്ളത്തിലൊരു കയറ് കണ്ട. വല ജസ്റ്റ് ഒന്ന് കുടുങ്ങിയതാണ്ട. ഭാഗ്യം നമ്മുടെ വല അതുമെന്ന് വിട്ടു പോകുന്നു. ഒരു കോലാൻ നമ്മുടെ വലയിൽ നിന്ന് കുറച്ച് ചാടി പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. 3 കോലാനും നമ്മുടെ വലയിലുണ്ട്. പുറത്തേക്ക് വന്നിട്ടാ കണ്ണിയുടെ പുറത്തേക്ക് പോകും. അപ്പം നമ്മുടെ വലയിൽ രണ്ടാമത്തെ പ്രാവശ്യവും 3 കോലാൻ വന്ന് കയറിയിട്ടാ. അതും നല്ല അത്യാവശ്യം വലിപ്പമുള്ള 3 കോലാനാണ്ടാ. കറി വെച്ച് കഴിക്കാനും ഫ്രൈ ചെയ്ത് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനാണ്ടാ നമ്മുടെ ഈ കോലാൻ. കോലാനെ കാണാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും വല താത്തി ഒന്നും കൂടെ വീശി നോക്കിയിട്ടാ. അപ്പം നമ്മുടെ വലയിൽ വീണ്ടും ഒരു മീൻ വന്ന് കയറിയിട്ടുണ്ട്. നമ്മുടെ വഴുത തന്നെയാണ്ടാ നമ്മുടെ വലയിൽ കയറിയത്. കൈപ്പത്തി വലിപ്പം തന്നെ ഒരു ചെറിയൊരു വഴുതനുണ്ടാ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇത് കൂടാതെ ഒരു 5-8 പ്രാവശ്യം വല വീശി നോക്കി 1-2 കോലാനായിട്ടൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നിട്ടാ. അപ്പോൾ നമുക്ക് ആകെ കൂടെ കിട്ടിയ മീനൊക്കെ കണ്ടാലോ. അപ്പോൾ നമുക്ക് കിട്ടിയ കോലാൻ 11 കോലാൻ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി 3 വഴുത ഉണ്ടായിരുന്നു. അതിലൊരു വഴുത 400 ഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടോട്ടൽ നമ്മുടെ 3 വഴുതയും കൂടെ 740 ഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മീനെല്ലാം കൂടെ 1,700 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചൈനീസ് വല നൈലോണും ടങ്കീസും 6 അടി തൊട്ട് 10 അടി വരെ നമ്മുടെ അടുത്തുണ്ട് കേട്ടോ. ആർക്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്താൽ അതിലൊരു മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ ഫ്രണ്ട്സ്.